അങ്ങനെ ഞങ്ങൾ തുടരും കണ്ടു. അടിപൊളി പടം. കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഫാമിലി പടം കാണാൻ. പഴയ ലാലേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട്. അതെ, പഴയ ലാലേട്ടൻ പുതിയ ലാലേട്ടൻ ഒന്നുമില്ല, എന്നാലും ലാലേട്ടന്റെ അടിപൊളി പടം. തരുൺമൂർത്തി സൂപ്പറായിട്ട് ലാലേട്ടനെ യൂസ് ചെയ്തു. ഈ പടം കണ്ടിട്ട് ഞാൻ വല്ലാണ്ട് കരഞ്ഞു കേട്ടോ. ഇമോഷണലി എനിക്ക് വല്ലാതെ കണക്ട് ആയിട്ടുണ്ട്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് എവിടെയൊക്കെ ലാലേട്ടന്റെ തന്നെ സിനിമകൾ നമ്മൾ കണ്ട സിനിമകളിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകും. ഇൻഫ്ലുവൻസ് ആയതായിരിക്കാം. ദൃശ്യം വന്നിട്ടുണ്ടായിരുന്നു, ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ രണ്ടോ സിനിമകൾ എനിക്ക് തോന്നി. പക്ഷെ ഇതൊന്നുമല്ല, ടിക്കറ്റ് എടുത്തോ. അതെ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫാമിലി മൂവി, ലാലേട്ടന്റെ ഫാമിലി മൂവി കുറെ നാളിന് ശേഷം തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് പാട്ടുകളും ഭയങ്കര ആദ്യത്തെ ഒരു പാട്ട്, പിന്നെ നമ്മുടെ ഈ പാട്ടും സൂപ്പർ ആയിട്ടുണ്ട്. ക്ലൈമാക്സിലെ BGM ജെക്സ് ബിജോയ് സൂപ്പറായിട്ട് ചെയ്തു. അതിനൊക്കെ ക്യാമറ, ഇത്രയും സീനിയർ ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫറോട് പറയേണ്ട, എന്നാലും ഷാജി ചേട്ടൻ സൂപ്പറായിട്ട് ചെയ്തു. ക്യാമറ വേറെ ലെവൽ. ഇതിനകത്തെ എനിക്ക് ശോഭന ചേച്ചിനെ, എനിക്ക് പഴയൊരു ശോഭന ചേച്ചി അത് കാണാൻ പറ്റിയിട്ടില്ല. ഈ സിനിമയുടെ ട്രെയിലർ വന്നപ്പോൾ തൊട്ട് മലയാളികൾ മൊത്തം കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ അഞ്ജുവും പറഞ്ഞായിരുന്നു ഈ സിനിമ നമുക്ക് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോയി കാണണമെന്ന് കേട്ടോ. കാരണം ലാലേട്ടൻ ശോഭന കൂട്ടുകെട്ട് എന്നുള്ള സാധനത്തിലാണ് മെയിൻ സാധനം തോന്നുന്നു അല്ലേ, ഫാമിലി ഓറിയന്റഡ് മൂവി എന്ന് വെച്ചോണ്ട്. പക്ഷേ ഈ സെയിം അഭിപ്രായം എനിക്ക്. ശോഭനയുടെ അഭിനയമല്ല, കുറച്ചും കൂടി ഒന്ന് ശരിയാക്കായിരുന്നു. പിന്നെ ഇതിനകത്ത് ലാലേട്ടന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ജോർജ് സാർ സൂപ്പറായിരുന്നു. പിന്നെ ലാലേട്ടന്റെ മക്കളായിട്ട് അഭിനയിച്ചിട്ടില്ല, മണിയമ്പിള രാജു, അവരെല്ലാം ബാക്കിയുള്ളവരുടെ എല്ലാവരും അഭിനയം അല്ലേ, എല്ലാവരും അടിപൊളിയായിട്ടാണ്. വിനു പപ്പു എല്ലാവരും സൂപ്പറായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ സംവിധായകൻ ലാലേട്ടനെ, തരൺമൂർത്തി മോഹൻലാലിനെ അതിഗംഭീരമായിട്ട് ഉപയോഗിച്ചു. ലാലേട്ടൻ പഴയ ലാലേട്ടൻ്റെ കുറേ മാനസങ്ങളും പിന്നെ കുറേ സിനിമകളുടെ ഡയലോഗുകളും ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അറിയാം, ഏറ്റവും അവസാനം നമ്മൾ സിനിമയിൽ കണ്ടു തീരുമ്പോൾ എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്ന സാധനം എഴുതി കാണിക്കുന്നത്. അതാണ് ആ സിനിമയുടെ പേര്. ആ പേരിന് മുന്നേ ഒരു വാക്കുണ്ട്, മോഹൻലാൽ തുടരും. നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയി സിനിമ കാണുകയും ചെയ്യും. അടിപൊളി സിനിമയാണ്. യെസ്.